പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. കേരളം ഉൾപ്പെടെ 27 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകും. തെരുവുനായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി സ്വീകരിച്ച നടപടികൾ കോടതിയെ അറിയിക്കും. പിയാസുനുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പിയാസുനിൽ, വെരി ഗുഡ് മോർണിംഗ്. എനിക്കൊന്നു ഡൽഹിയിൽ ഞാൻ ആ വായുമലിനീകരണത്തിന്റെ വാർത്ത ചോദിക്കാം, നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പോകാവുന്നതാണ്. അതിനു മുൻപ് ഇന്ന് വളരെ നിർണായകമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ തെരുവുനായയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നാണ് കവി എഴുതിയിരിക്കുന്നതെങ്കിൽ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കുരയ്ക്കുന്ന നായികൾ മാത്രം എന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, 27 സംസ്ഥാനങ്ങളിലെയും അവസ്ഥ ഇതാണ്. ചീഫ് സെക്രട്ടറിമാർ ഇന്ന് നേരിട്ട് ഹാജരായി എന്തു പറയും പിയാസുനിൽ? വളരെ നിർണായകമല്ലേ? ഗുഡ് മോർണിംഗ്. അരുണ, തീർച്ചയായും ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർലമെന്റിന് തൊട്ടടുത്തുള്ള കേരള ഹൗസിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ പാർലമെന്റിലേക്ക്. അവിടെയാണ് കാണുന്ന ഈ കാഴ്ച. എത്ര തെരുവ് നായ്ക്കൾ, എണ്ണിയാൽ നമുക്കൊരു 20 തെരുവ് നായ്ക്കൾ ഇവിടെ മാത്രം കാണാൻ കഴിയും. എത്ര മലിനമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. സ്വാഭാവികമായും അത് തെരുവ് നായ്ക്കളുടെ എണ്ണം ഇവിടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലും നിയന്ത്രിക്കാൻ, അതായത് പാർലമെന്റിന് തൊട്ട് താഴെയുള്ള തൊട്ടടുത്തുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വെറും ഒരു 1.5 കിലോമീറ്റർ അകലെ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോലും ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഏതായാലും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനമാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഉയർത്തിയത്. കാരണം ഈ സുപ്രീം കോടതി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനായി ഇറക്കുന്ന ഉത്തരവുകളൊന്നും തന്നെ ശക്തമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് എല്ലാ ചീഫ് സെക്രട്ടറിമാരോടും ഇന്ന് നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരായാൽ പോരെ എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും പറ്റില്ല, നേരിട്ട് തന്നെ വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ചീഫ് സെക്രട്ടറിമാരെ നേരിട്ട് സുപ്രീം കോടതി കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ തെരുവുനായി പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാത്തത്? നമുക്കൊക്കെ തന്നെ കാണാം ഒരുപാട് വീഡിയോകൾ, ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ തന്നെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്ന വീഡിയോകൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ. ഇതിനൊരിക്കലും അവസാനമില്ല. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ തെരുവുനായ പ്രശ്നം ഒരു ഗുരുതരമായ, ഒരു സങ്കീർണമായ പ്രശ്നമായി തുടരുകയാണ്. അതായാലും സുപ്രീം കോടതി വളരെ ശക്തമായി ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തെരുവുനായ്ക്കൾ ഇങ്ങനെ ഒരു ഭീഷണിയായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് സെക്രട്ടറിമാരെ വിളിച്ച് വരുത്തിക്കൊണ്ട് ശക്തമായ നീക്കത്തിലേക്ക് പോകുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയേ. അതെ അതെ, ഇത് കേരളത്തിൽ മാത്രമല്ല, വേണ്ട അതിന്റെ അടുത്തേക്ക് പോണ്ട. പിയാസുനിൽ ഇവിടെ തന്നെ എണ്ണിയാലൊരു 19 നായകളെ കാണാം. അതിനൊരു ടീഷർട്ട് ഇട്ട പട്ടിയുണ്ടോ? ഇതെന്താ ഇത്? കാണാമല്ലോ, ബ്ലൗസും ഒക്കെ. മഞ്ഞുകാലം ആകുമ്പോൾ ഡൽഹിയിൽ അതെ 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 മഞ്ഞുകാലം ആകുമ്പോൾ ഡൽഹിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണും. പട്ടികൾക്കൊക്കെ ആളുകൾ ടീഷർട്ടൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ഇതാണ് അവസ്ഥ. നോക്കി, ഇത് ജന്തർ മന്ദർ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റിലേക്ക് പോകാൻ ഇവിടുന്ന് 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ സുപ്രീം കോടതി. ഈ കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയിലേക്ക് ഇവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രാജ്യ തലസ്ഥാനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഈ തെരുവിലൂടെ ഒന്നും നടന്നു വരാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായൊരു അവസ്ഥയാണ് എല്ലായിടത്തും ഉള്ളത്. ഇതിലെങ്ങനെയാണ് ഒരു ആളുകൾ നടന്നു പോവുക? അപ്പോൾ ഈ ഭീഷണി ഡൽഹിയിൽ പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ നടപടിയിലേക്ക് സുപ്രീം കോടതി നീങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇതാണ് അവസ്ഥ. ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും, ഒരു നായയുമായി ബന്ധപ്പെട്ട വിഷയം ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ചുറ്റും നായ്ക്കളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ആ നായ്ക്കളെ സംരക്ഷിച്ച് നിർത്തുന്ന ആളുകളുണ്ട്. നമ്മുടെ സഹോദരി നേരത്തെ മലയാളിയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ആ സഹോദരിയുടെ ഒരു ചെറിയ വിഷയം നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചതുമാണ്. പക്ഷേ ആ പ്രശ്നത്തിനൊന്നും പരിഹാരമായില്ല. ചിലത് അങ്ങനെ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ നായ്ക്കളെ വലിയ സ്നേഹമാണ് ആ പെൺകുട്ടിക്ക്. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലമാകുമ്പോൾ ഈ നായ്ക്കൾക്ക് വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കുകയും നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അങ്ങനെ നായ്ക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നല്ല മനുഷ്യരാണ് കേട്ടോ. ആ മനുഷ്യരെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഈ നായയുടെ ശല്യം അധികമാകുമ്പോൾ ABC അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട സർക്കാർ അതിൽ വീഴ്ച വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടപെടലുകൾ ഉണ്ടാവും. ഇതാ നോക്കൂ, നായകൾ വന്ന് നിൽക്കുന്നതാണ്. തലസ്ഥാന നഗരിയിൽ നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് 27 സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ
സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. നേരിട്ടെത്തും. വീഡിയോ കോൺഫറൻസിംഗ് ഒന്നും പറ്റില്ല, നേരിട്ട് വന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു പോകും. അതാണ് അവസ്ഥ. നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് തെരുവുനായകൾ കടിക്കുന്ന കാഴ്ച കണ്ട് നമ്മൾ എത്ര ഞെട്ടിയിട്ടുണ്ട്, എത്രയെത്ര വാർത്തകൾ വന്നിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദില്ലിയിൽ ഇപ്പോൾ വായുമലിനീകരണമുണ്ട്. നമ്മൾ ഇന്നലെ PSLനോട് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈ മാസ്ക് വെച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കാര്യം അത് കേൾക്കുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ശ്വാസമുട്ടുണ്ടാവുന്നു. എന്നാലും ഇന്ന് PSL മാസ്ക് ഒക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. PSLൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക? പതിവ് പോലെ തന്നെ ഉയർന്നു തന്നെയാണോ? ഈ വൈക്കോൽ കത്തിക്കുന്നതൊക്കെ തുടരുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായും ഈ മാസ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ മാസ്ക് വെച്ചതുകൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടെന്ന് അറിയില്ല. കാരണം പക്ഷേ ഒരു 100% വലിച്ചു കയറ്റുമ്പോൾ അതൊരു 20%എങ്കിലും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മലിനീകരണ തോത് അതിഭീകരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 400-ന് മുകളിലേക്കാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വന്നത്. ഇന്നും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബിലൊക്കെ തന്നെ പലയിടങ്ങളിലും കർഷകർ വൈക്കോൽ കത്തിക്കുന്നു. ഈ വൈക്കോൽ സംസ്കരിക്കുക എന്നത് കർഷകരുടെ ഒരു ആവശ്യമാണ്, അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അതിന് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടാക്കുന്നതിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ ശക്തമാകാൻ കഴിയുന്നില്ല. പലപ്പോഴും സുപ്രീം കോടതിയൊക്കെ തന്നെ അതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കൂ എന്നൊക്കെ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചുവെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല. പിന്നീട് കർഷകർ ഈ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെ വൈക്കോൽ കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. അതിങ്ങനെ അന്തരീക്ഷത്തിൽ മഞ്ഞ് പോലെ ഈ പുകപടലങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദില്ലി എത്തിക്കുകയാണ്. അപ്പോൾ അത് ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒരു എയർ എമർജൻസി എന്ന നിലയിലേക്ക് ഡൽഹിയിലെ ഒരു സാഹചര്യം മാറുകയാണ്. ഡൽഹിയിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കൂ, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് അധികം ആളുകൾ എത്താതിരിക്കൂ എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ മേഖലയിലെ വിദഗ്ധരുമൊക്കെ തന്നെ നൽകുന്നൊരു സ്ഥിതിയാണ്. ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് ഡൽഹിയിലെ വായു മലിനീകരണ തോത് ഇന്നും തുടരുന്നത്. സുനിലാണ് വിവരങ്ങൾ നൽകിയത്. സുനിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തെ തന്നെ പുക കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഒരു കാര്യം പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുണ്ട്. ഡൽഹിയിലേക്കും കാശ്മീരിലേക്കും ഒക്കെ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വൈകിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളുടെ അവിടെ നിന്നുള്ള ഡോക്ടർമാരുടെ മുന്നറിയിപ്പാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോകുന്നവർ, ആസ്മ പേഷ്യൻസ്, ലങ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, നേരാവണ്ണം ശ്വസിക്കാത്തവർ, അഡിനോയിഡുള്ള കുട്ടികളുമായിട്ടുള്ള രക്ഷിതാക്കൾ, ഇവരാരും ഇപ്പോൾ ഡൽഹിയിലേക്ക് നിങ്ങൾ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുന്നത് അടിയന്തര യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതൊഴിച്ച് ഈ കുഞ്ഞുങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരുമായിട്ട് ഡൽഹിയിലേക്ക് യാത്ര പോവാതിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തേക്ക് നല്ലത്. അത് കഴിഞ്ഞ് നമുക്ക് ഡൽഹിയിലെ ഗുണനിലവാര സൂചിക കുറയും. ഈ വൈക്കോൽ കത്തിക്കലൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് ഒരു ചെറിയ മഴയൊക്കെ ഒന്ന് പെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാവട്ടെ. അല്പം കൂടി ഒന്ന് കാത്തിരിക്കും.